ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 411 പോയിന്റും S&P 65 പോയിന്റും നസ്ഡാക്ക് 294 പോയിന്റും പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ട്രംപിൻ്റെ പ്രസ്താവന വന്നിരുന്നത്. വെടിനിർത്തൽ കരാറ് വീണ്ടും നീട്ടുകയാണെന്ന് പറഞ്ഞിട്ട്, അത് എത്ര ദിവസത്തേക്കാണെന്ന് പറഞ്ഞിട്ടില്ല, നീട്ടുകയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് US മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് അത്തരത്തിലൊരു പ്രസ്താവന വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ US ഫ്യൂച്ചർ, ഡൗ ജോൺസിൻ്റെ ഫ്യൂച്ചർ ഏകദേശം 300 പോയിന്റിന് മുകളിൽ പോസിറ്റീവായിട്ടാണ് ഇന്ന് ഓപ്പൺ ചെയ്ത്, ഇന്ന് മൊത്തം ഫ്യൂച്ചർ ട്രേഡ് ചെയ്തത് പോസിറ്റീവായിട്ടായിരുന്നു. അതിൻ്റെ ഒരു എഫക്റ്റാണ് ഇപ്പോൾ US മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് ഇത്രയും വലിയൊരു പോസിറ്റിവിറ്റി US മാർക്കറ്റിൽ വരാൻ കാരണം ആ ഒരു പ്രസ്താവനയായിരിക്കണം. ഡൗ ജോൺസ് ഏകദേശം 480 പോയിന്റാണ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നത്. S&P 67 പോയിന്റും നസ്ഡാക്ക് 300 പോയിന്റും പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. പക്ഷേ അപ്പോഴും നിഫ്റ്റി ഫ്ലാറ്റ് ചെറിയൊരു നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ ഡൗ ജോൺസിൻ്റെ ഫ്യൂച്ചർ പോസിറ്റീവായിട്ട് 300 പോയിന്റിന് മുകളിൽ പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുമ്പോഴും നിഫ്റ്റി ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുന്നു, ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്യുന്നു. പിന്നെ ഏകദേശം 200 പോയിന്റ് അടുപ്പിച്ചാണ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്നിട്ടിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പോസിറ്റീവാണ്, US മാർക്കറ്റ് പോസിറ്റീവാണ്, പക്ഷേ നിഫ്റ്റി ഫ്ലാറ്റാണ്. എനിക്ക് തോന്നുന്നു ട്രംപിൻ്റെ ഇന്നലത്തെ ഒരു പ്രസ്താവന ഇന്ത്യൻ മാർക്കറ്റിനെ അത്രത്തോളം, കാരണം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് ഓരോ ദിവസവും ഓരോ പ്രസ്താവന ഇറക്കുന്നതിനനുസരിച്ചാണ് മാർക്കറ്റ് അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ വന്ന ആ ഒരു ന്യൂസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നേ ഇല്ല. പക്ഷേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പം വീണ്ടും ഇറാൻ ഏകദേശം എനിക്ക് തോന്നുന്നു 3 കപ്പലുകളെ ആക്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ആക്രമണങ്ങൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇത് വീണ്ടും ഒരു നെഗറ്റിവിറ്റിയിലോട്ട് കൊണ്ടുപോകുമെന്ന് അറിയത്തില്ല. എന്നിരുന്നാലും നമുക്ക് ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂസിനെ, ടെക്നിക്കൽ അനാലിസിസിനോടൊപ്പം ലൈവ് ന്യൂസുകളും ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ക്രൂഡ് ഓയിലും പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ബ്രണ്ട് ക്രൂഡ് 1.67% കയറിയിട്ട് ഏകദേശം $100 മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ക്രൂഡ് ഓയിലും $91 മുകളിൽ നേരത്തെ ഇടിഞ്ഞു നിന്ന ക്രൂഡാണ്. വലിയൊരു US മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് വലിയൊരു കയറ്റം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നാളെ മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും നിഫ്റ്റിയിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഇന്നത്തെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ലെവലിൻ്റെ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. അതായത് പ്രീവിയസ് സപ്പോർട്ടാണ്, ഈ ഒരു സപ്പോർട്ട് ലെവലാണ് 24,380 എന്ന് പറയുന്ന ലെവൽ. അതിന് മുകളിൽ തന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നിൽപ്പുണ്ട്. എങ്കിലും വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ചെറിയൊരു റീട്രേസ്മെൻറ്റിന് ഇറങ്ങി വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. അത് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ മാത്രമേ മാർക്കറ്റ് ഒരു ഫർദർ റാലിക്കുള്ള സാധ്യതയുള്ളൂ. ഇപ്പോൾ നിൽക്കുന്നത് മാർക്കറ്റ് ഒരു സപ്പോർട്ടിനും റെസിസ്റ്റൻസിനും, വളരെ ചെറിയൊരു സപ്പോർട്ടിനും റെസിസ്റ്റൻസിനും ഇടയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ട് നോക്കാം. ഇന്നലെ തന്നിട്ടുണ്ടായിരുന്ന ലെവല് 24,417 താഴെ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ, 15 മിനിറ്റ് 24,417 താഴെ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു നമ്മൾ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടാർഗറ്റ് വരെ മാർക്കറ്റ് എത്തിയില്ല. അതിന് മുന്നേ തിരിച്ചു കയറിപ്പോയി. മാർക്കറ്റ് ഏകദേശം അവസാനത്തെ അരമണിക്കൂർ വരയ്ക്കും മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിരുന്നു. നമ്മൾ ലൈവ് മാർക്കറ്റിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് കാരണം പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഒരു ക്ലിയർ ട്രെൻഡ് ഇല്ലായിരുന്നു. മുകളിലോട്ടും താഴോട്ടും ഒരു ക്ലിയർ ട്രെൻഡ് ഇല്ലായിരുന്നു. അപ്പ് ആൻഡ് ഡൗൺ, ഒരു ഹയർ ഹൈ വരുമ്പോഴത്തേക്കും പിന്നെ ലോവർ ലോയിലോട്ട് പോകുന്നില്ല, ഹയർ ലോ എടുക്കുന്നു, പിന്നെ വീണ്ടും ഹയർ ഹൈ പോകാണ്ട് ലോവർ ഹൈ എടുക്കുന്നു. അങ്ങനെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ 3 മണി കഴിഞ്ഞിട്ടാണ് ചെറിയൊരു ഫോള്, വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായത്. നാളെ മിക്കവാറും ഒരു ഗ്യാപ് ഡൗൺ വന്നാലും, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാപ് ഡൗൺ വന്നാലും മാർക്കറ്റ് അവിടെ നിന്ന് റിക്കവർ ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് താഴത്തെ സപ്പോർട്ട് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് അതിന് മുകളിൽ തന്നെയാണ് മാർക്കറ്റ് ഇന്ന് മൊത്തം നിന്നത്. പക്ഷേ മാർക്കറ്റ് ഒരു ഡേ ക്ലോസിംഗ്, ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആവുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഫ്ലാറ്റ് ക്ലോസിംഗ് വന്നിട്ടില്ല. ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാളത്തെ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ
താഴോട്ട് 24 ഈ ഒരു ലെവൽ തന്നെയാണ്. ഈ ഒരു ലെവലിന് താഴെ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം 24,330 താഴെ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 24 ഓൾറെഡി നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ആയിട്ടാണ് നിൽക്കുന്നത്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടാണ് താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നാളെ 24,331 താഴെ ക്ലോസിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,280 വരെ വരും. 280 താഴോട്ട് 15 മിനിറ്റിൽ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ നോക്കാം, 24,147 ലെവലിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. 24,241 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,152 അത്രയേ ഉള്ളൂ. ഈ രണ്ട് ലെവലുകളിൽ താഴോട്ട് തോന്നുന്നില്ല, വലിയ ഫോളിലോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം US മാർക്കറ്റ് സ്ട്രോങ് സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. ഈ ഒരു ലെവല് 24,400 ഇവിടെ വയ്ക്കാം, 435 മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് 24,516 വരയ്ക്കും. 437 ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ 516 പിന്നെ 584 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഈ രണ്ട് ലെവൽസ്, മുകളിലോട്ട് 2 ലെവൽ, താഴോട്ട് 2 ലെവൽ ശ്രദ്ധിക്കുക. നമുക്ക് ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ വന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഇന്ന് 2 പേരും സെല്ല് ചെയ്തിട്ടുണ്ട്. FIS ഏകദേശം 2078 കോടിക്ക് സെല്ല് ചെയ്തപ്പോഴത്തേക്കും DIS 1048 കോടിക്ക് സെല്ല് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3000-ന് മുകളിൽ കോടിക്ക് 2 പേരും കൂടെ സെല്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം മാർക്കറ്റ് ഒരു ഫോളിലോട്ട് പോയത്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS 2.9 ലാക്കിന് 2.09 ലാക്കിന് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. പുട്ട് ഓപ്ഷൻ 3.46 ലാക്ക് ക്വാണ്ടിറ്റി ബൈയിങ് ആണ്. ഓപ്പൺ ഇൻട്രസ്റ്റിൽ പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോ 2 പേരും ബൈയിങ് ആണ്. കോള് 89,981 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും ബൈയിങ് ആണ്. പുട്ട് ഓപ്ഷനും 1.119 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും. മാർക്കറ്റ് ഇന്നലത്തെ അതേ വ്യൂ തന്നെയാണ്. മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് റിക്കവർ ആവാനുള്ള സാധ്യതയുണ്ട്. എന്നാലും താഴത്തെ സപ്പോർട്ട് ക്ലിയർ ആയിട്ട് താഴെ ഒരു സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും ഒരു പോസിറ്റീവ്, ഒരു നെഗറ്റീവിൽ ഓപ്പൺ ചെയ്താലും ഒരു പോസിറ്റീവ് ക്ലോസിങ്ങിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇൻട്രാഡേ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് സെക്ടർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏകദേശം ഉച്ചയ്ക്ക് മുന്നേ തന്നെ ബാങ്ക് നിഫ്റ്റിയൊക്കെ റിക്കവർ ആയെങ്കിലും സെക്ടർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഫോളോ വന്നിരിക്കുന്നത് നിഫ്റ്റി IT-യിലാണ്. 3.89% നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി ഓട്ടോയും നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഏകദേശം ഒരു ഫ്ലാറ്റൊക്കെ തന്നെയാണ്. നിഫ്റ്റി ഡിഫൻസ് 1.35%, നിഫ്റ്റി FMCG 0.75%, പിന്നെ നിഫ്റ്റി മീഡിയ 0.69%, നിഫ്റ്റി റിയാലിറ്റി 0.58%, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 0.51% പോസിറ്റീവായിട്ടാണ് സെക്ടർ വൈസിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50-ലെ സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസ് മാത്രമാണ് സ്ട്രോങ് പോസിറ്റീവായിട്ടുള്ളത്. പിന്നെ അദാനി എൻ്റർപ്രൈസസും അൾട്രാടെക് സിമെൻറ്റ്, ടാറ്റാ സ്റ്റീല്, ഹിൻഡൽകോ, ഏഷ്യൻ പെയിൻറ്റ്സ് ഒക്കെ പോസിറ്റീവായിരുന്നു. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും നെഗറ്റീവായിരുന്നു. നമുക്ക് ഇൻട്രാഡേ ലെവലിലോട്ട് പോകാം. ഇൻട്രാഡേ ലെവല് സെൻസെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്ന ലെവല്, ഏറ്റവും താഴത്തെ ലെവല്, നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നിരുന്ന ലെവൽ ഇതായിരുന്നു. കൃത്യമായിട്ട് അതിന് താഴെയാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് സപ്പോർട്ട് എടുത്ത് പിന്നെ ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് ആയിരുന്നു. നാളത്തെ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CPR വരുന്നത് 78,593 തൊട്ട് 78,736 വരേക്കാണ്. ഏകദേശം 180 പോയിന്റ് അടുപ്പിച്ച് CPR ആണ്. താഴത്തെ സപ്പോർട്ട് 78,385, 78,298 ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങോ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. താഴോട്ടാണ് ആദ്യത്തെ 5 മിനിറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ താഴത്തെ ലെവൽ ഞാൻ ആ സമയത്ത് തരാം. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ ഇത് മാത്രമായിരിക്കും മിക്കവാറും ഏറ്റവും താഴോട്ട് പോകാൻ
സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് 78 734 78 665 ആണ്. തൊട്ട് മുകളിൽ ഏകദേശം 100 പോയിന്റിന് തൊട്ട് മുകളിൽ തന്നെ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ കൂടെ ഉണ്ട്. 78 842 78 889. ഇത് രണ്ടും ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു ഷോർട്ട് കവറിംഗ് റാലിക്കുള്ള സാധ്യത ഉണ്ട്. 79,224 79,296 വരയ്ക്കും മാർക്കറ്റ് കയറിപ്പോവാൻ സാധ്യതയുണ്ട്. നമുക്ക് നിഫ്റ്റി നോക്കാം. നിഫ്റ്റിയിൽ ഇന്ന് ഈ ഒരു ലെവലിൽ ഫുള്ള് കൺസോൾട്ടേഷൻ ആയിരുന്നു. ആദ്യത്തെ ഒരു മണിക്കൂർ കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് മാർക്കറ്റ് താഴെ വന്നെങ്കിലും ഇവിടെ ഒരു സ്ട്രോങ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയത്. അതിനുശേഷം പിന്നെ ഏകദേശം 3 മണി വരയ്ക്കും ഈ ഒരു ക്യാൻഡിൽ ഉണ്ടാകുന്നതായിരിക്കും. ഏകദേശം 3 മണിക്കുള്ള ഈ വലിയൊരു റെഡ് ക്യാൻഡിൽ ഉണ്ടാകുന്നതായിരിക്കും മാർക്കറ്റ് മൊത്തം ഡൗൺ ട്രെൻഡിൽ സൈഡ് വൈസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു 2 സൈഡിലും പ്രീമിയം മെൽറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരുപാട് പേരുടെ SL രണ്ട് സൈഡിലും SL അടിച്ചടിച്ചാണ് നിന്നത്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഹൈ എടുത്തു, ഈ ഒരു ലോ എടുത്തു, പിന്നെ ഇതിന് മുകളിൽ ഹയർ ഹൈയോ ഇതിന് താഴോട്ട് ഹയർ ലോയോ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതിനിടയിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയായിരുന്നു. പിന്നെ നാളത്തെ CPR വരുന്നത് 24,397 തൊട്ട് 24,434 വരേക്കാണ് CPR വരുന്നത്. ഏറ്റവും താഴത്തെ ലെവൽ വരുന്നത് 24,315 24,332 ഏറ്റവും താഴത്തെ സപ്പോർട്ട് വരുന്നത്. ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് 24,415 24,427 ആണ്. രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരുന്നത് 24,468 24,485. ഏറ്റവും മുകളിലത്തെ റെസിസ്റ്റൻസ് 24,577 24,594 468 485 ലെവൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് കവറിംഗ് റാലിക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.